കണ്ണൂരിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമരപ്പന്തലിൽ KSRTC ബസ് കുടുങ്ങി. CPM സമരത്തിന് കെട്ടിക്കൊണ്ടിരിക്കുന്ന പന്തലിലാണ് KSRTC ബസ് കുടുങ്ങിയത്. ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങിയിരിക്കുകയാണ്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവിച്ചത്? അവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു പന്തൽ കെട്ടാൻ ഒരുങ്ങുന്നു, അതേസമയം അവിടെ KSRTC ബസ് അതുവഴി കടന്നു പോകാൻ തുനിയവേ സംഭവിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ അശാസ്ത്രീയമായി അതിന് നിർമ്മാണം നടക്കാനിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് ഈ ബസ് കുടുങ്ങിയത് എന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാമോ മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുൻഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു KSRTC ബസ് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നാളെ CPM-ന്റെ നേതൃത്വത്തിലൊരു ഈ KSRTC ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ പന്തൽ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടെ വേണ്ടത്ര ഉയരം ഇല്ലാതെയാണ് ഈ ഒരു പന്തൽ ഉണ്ടാക്കിയെന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ബസ് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരികയും ഈ പന്തലിനുള്ളിൽ കുടുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ബസ് എടുക്കുവാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടൊരു പന്തലാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ബസ് കടന്നു വരുന്നത്. ഈ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ നടത്തിയൊരു പന്തൽ കെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു KSRTC ബസ് കുടുങ്ങുന്ന തരത്തിലേക്ക് പോയെന്നൊരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും ബസ് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏറെ നേരം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 20 മിനിറ്റിലോളം ഇവിടെ ഒരു ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാളെ EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രദേശത്ത് പോസ്റ്റ് ഓഫീസ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി. പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തുന്നതിന് പൊതുനിരത്തിലാണോ പന്തലിടുന്നത്? പൊതുനിരത്ത് കവർ ചെയ്തുകൊണ്ടുള്ള പന്തലായിരുന്നോ ഇട്ടുകൊണ്ടിരുന്നത്? ഇനി അങ്ങനെ തന്നെ ഇട്ടാലും അവിടെ ഗതാഗതമൊന്നും തടയാതെ ഇതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് തന്നെയാണോ ഈ സാധന സാമഗ്രികളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി പണി നടത്തിയതൊക്കെ? തീർച്ചയായും അത് തന്നെയാണ് ഒരു സംശയമായി വരുന്നത്. കാരണം അതായത് കേന്ദ്ര സർക്കാർ ഈ വയനാടിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ നാളെ ഈ പോസ്റ്റ് ഓഫീസ് ഉപരോധം, തൊട്ടിപ്പുറം കാണുന്നത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്, ആ റോഡ് പൂർണ്ണമായി ഉപരോധിക്കുക എന്നൊരു രീതിയിൽ തന്നെയാണ് ഒരു സമര പരിപാടി ആഹ്വാനം ചെയ്തിരുന്നത്. ആ സമര പരിപാടിക്ക് വേണ്ടി വേണ്ടത്ര ഉയരമില്ലാതെ ഈ ഒരു സമരപ്പന്തൽ കെട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇതിനിടയിലേക്കാണ് KSRTC ബസ് കടന്നു വന്നത്. സാധാരണഗതിയിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു പരിപാടി ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവിടെ ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സമര പന്തൽ ഇവിടെ ഉണ്ടാക്കിയത്. ഇതിനിടയിലേക്കാണ് KSRTC ബസ് കടന്നു വരികയും ആ KSRTC ബസ് ഏറെ നേരം കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തെ കമ്പിയൊക്കെ പൊട്ടി അതിലേക്ക് വാഹനത്തിന്, അതായത് KSRTC ബസ്സിന് മുകളിലേക്കാകുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഏറെ നേരത്തെ ഒരു പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ KSRTC ബസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇത് ഇപ്പോൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇനി വരുന്ന വാഹനങ്ങളും ഇതുപോലെ കുടുങ്ങാനുള്ള സാധ്യത, ഈ അവിടെ തന്നെയാണ് സമരപന്തൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ. രണ്ട്, നാളെ ഉപരോധം നടക്കാനിരിക്കുന്ന, അതായത് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടക്കാനിരിക്കുമ്പോൾ അതുവഴി പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത, ഇതുകൂടി പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയണം. തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഈ ബസ് നമുക്കറിയാം, ഒരു സാധാരണഗതിയിൽ KSRTC ബസ്സിന് എത്രത്തോളം ഉയരം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ആ ഉയരത്തിൻ്റെ അടുത്തേക്കാണ് ഈ പന്തൽ കെട്ടിയിരുന്നത്. പക്ഷേ ആ പന്തലിലേക്കാണ് ഇത്തരത്തിൽ ഈ ബസ് വന്ന് കയറുകയും ബസ്സിൻ്റെ മുകളിലേക്ക് കമ്പി അമർന്നു പോയി മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തത്. കമ്പി അടക്കം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ആദ്യത്തെ ഒരു അപകടം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇവർ വേണ്ട കരുതൽ സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഉടൻ തന്നെ ഇത് ഹൈറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്യാനൊരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. ഏതായാലും നാളെ ആയാൽ പോലും ഈ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ മാർഗം തന്നെയായിരിക്കും CPM-നെ സംബന്ധിച്ച് ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ തൊഴിലാളികൾ ഈ നിലവിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന പന്തൽ അഴിച്ചു മാറ്റിയത് ഉയരം കൂട്ടാനുള്ള അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഏതായാലും നാളെ ആയാൽ പോലും പൂർണ്ണമായും ഈ ഒരു
റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. നാളെ ഏതാണ്ട് രാവിലെയോടുകൂടിയാണ് ഈ പ്രതിഷേധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമരപരിപാടി ആഹ്വാനം ചെയ്തത്. എന്നാൽ പൂർണ്ണമായും ജനജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു പന്തലുകെട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള നടപടി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ, ഓക്കെ, ശരി. ഏതായാലും നാളെ അറിയാം ഇത് എത്രത്തോളം പ്രശ്നം വീണ്ടും ഉണ്ടാക്കുമെന്ന്.